യൂഷ്വലി ഗോവയിൽ ഷാക്ക്, പബ്ബ്, ബീച്ചസ്, കഫേസ് ഇതൊക്കെയല്ലേ നമ്മൾ റീലായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ ഇന്ന് അഗോഡ ഫോർട്ട് പോയ വഴിക്ക് ഒരു ഹിഡൻ ജെം കണ്ടായിരുന്നു. യെസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ആൽക്കഹോൾ മ്യൂസിയം. സിമ്പിളായി പറഞ്ഞാൽ ഗോവയുടെ ഡ്രിങ്കിങ് കൾച്ചർ ഇവിടെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഗോവ പോകുമ്പോൾ ഒരു 1 അവർ മാറ്റി വെക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട സ്പോട്ട് തന്നെയാണ് എ. ഫെനി എങ്ങനെ ഉണ്ടാക്കുന്നത്, ഓൾഡ് ബോട്ടിൽസ് കളക്ഷൻ, ഡെസ്റ്റിലേഷൻ ടൂൾസ്, ട്രഡീഷണൽ ഗ്ലാസ് വെയർസ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ആൽക്കഹോൾ മ്യൂസിയം മാത്രമല്ല, ഒരു ഹെറിറ്റേജ് സ്റ്റോറി തന്നെയാണ്. ഫെനിയുടെ ഹിസ്റ്ററിയും കൾച്ചറും ഒക്കെ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതുമാത്രമല്ല, എങ്ങനെ ഒരു വൈൻ ഗ്ലാസ് ഹോൾഡ് ചെയ്യണ്ടേ, എങ്ങനെ ഒരു ഷാമ്പിൻ ഒഴിക്കണ്ടേ, ഹൗ ടു ഡ്രിങ്ക് ഇൻ ആൽക്കഹോൾ, ഹൗ ടു ചൂസ് എ വൈൻ ഗ്ലാസ്, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇതൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒത്തിരി സിമ്പിളായിട്ടും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഇതൊക്കെയാണ് ഒരു ടൂറിന് പോയി പഠിക്കേണ്ടതെന്നൊക്കെ തോന്നും. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഇത് വർത്ത് ടൂർ തന്നെയാണ്. നിങ്ങൾക്ക് 1 അവർ ഗോവ പോകുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട സ്പോട്ട് തന്നെയാണ്. ഈ 1 അവർ ടൂറിൽ ഒരാൾക്ക് ചാർജ് വരുന്നത് 500 റുപ്പീസാണ്. ലാസ്റ്റിൽ ഒരു ടേസ്റ്റിംഗ് സെക്ഷൻസും കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ 5 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്, ഫെനി ഫ്ലേവേഴ്സ് ഇൻഫ്യൂസ് ചെയ്ത ഒരു കോക്ടെയിൽസ് അവർ നമുക്ക് തരും. സോ നമുക്ക് ഈ 500 റുപ്പീസ് അതിൽ കവറപ്പ് ആയിക്കോളും. ഞങ്ങൾക്ക് കിട്ടിയ ഫ്ലേവേഴ്സ് കറി ലീഫ്, ടെർമറിക്, ഓറഞ്ച്, റെഡ് വൈൻ ആൻഡ് 45% അബോവ് ഉള്ള ഫെനി. ഇൻ കേസ് നമുക്ക് ആ ഫെനി ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് അവിടെ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സ്പോട്ടിനെ കുറിച്ച് കേൾക്കുന്നതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് ടൈം ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ബൈ.